ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ചങ്ങനാശ്ശേരി കുന്നന്താനം സിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഈ വരുന്ന നാളുകളിൽ 2025 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന ധ്യാനങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ. 4 വ്യത്യസ്ത ധ്യാനങ്ങൾ ഈ നാളുകളിൽ സിയോനിൽ നടക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന പാടെ ഞങ്ങളിപ്പോൾ ഉടനെ ധ്യാനം കൂടാൻ പോകുന്നില്ലച്ചോ എന്ന് വിചാരിച്ച് ഇവിടം കൊണ്ട് നിർത്തണ്ട. നിങ്ങളിത് മുഴുവൻ കാണുക. നിങ്ങൾ ധ്യാനം കൂടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ ധ്യാനങ്ങളെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി അതോർത്തെങ്കിലും ഇത് മുഴുവൻ കാണണം. 2, നിങ്ങൾ ധ്യാനം കൂടുന്നില്ലായിരിക്കും, പക്ഷേ നിങ്ങളിത് അറിയിച്ചാൽ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ ധ്യാനം കൂടാൻ സാധ്യതയുള്ളവരും അത്തരമൊരു ധ്യാനം ആവശ്യമുള്ളവരും നിങ്ങളുടെ പരിചയത്തിലോ സൗഹൃദത്തിലോ ബന്ധുക്കളുടെ ഇടയിലോ ഉണ്ടായിരിക്കും. അവരിലേക്ക് ഈ വാർത്ത എത്തിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഒപ്പം നിങ്ങൾ മറ്റുള്ളവരെ ഇത് അറിയിക്കുക. ഇനി നിങ്ങൾ തന്നെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ധ്യാനിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധ്യാനത്തിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ധ്യാനങ്ങൾ നടക്കുന്നത് ജൂലൈ മാസം വരുന്ന ധ്യാനം ജൂലൈ 20 തൊട്ട് 23 വരെയാണ്. ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച് ബുധനാഴ്ച വൈകിട്ട് തീരുന്ന ക്രമത്തിൽ. ഈ ധ്യാനം ദമ്പതികൾക്കായുള്ള ധ്യാനമാണ്. ധ്യാനത്തിൻ്റെ പേര് ഏൽക്കാന ഹന്ന റിട്രീറ്റ്. പേരുകളൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ശൈലിയുള്ള പേരുകളല്ല ധ്യാനങ്ങൾക്ക്. എന്താണ് ആ പേരെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഏൽക്കാന ഹന്ന. ആരാണ് ഈ ഏൽക്കാനയും ഹന്നയും? സാമുവലിൻ്റെ മാതാപിതാക്കളാണ്. നിനക്ക് ഞാനില്ലേ എന്ന് ഭാര്യയോട് പറഞ്ഞ ഏൽക്കാന, ഭാര്യ ഹന്ന. ആ കൂട്ടായ്മ, ദമ്പതി കൂട്ടായ്മ, അതാണ് നമ്മൾ ഈ ധ്യാനത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. 50 ദമ്പതികൾക്കാണ് അവസരമുള്ളത്. ലിമിറ്റഡ് നമ്പർ കപ്പിൾസ്. അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഓരോ റൂം നൽകി ഉള്ള ക്രമീകരണവും ആയിരിക്കും. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ, ഊഷ്മളതയെ തിരികെ കൊണ്ടുവരുവാൻ, നിങ്ങൾ ചേർന്നിരിക്കുമ്പോഴും നിങ്ങൾക്കിടയിൽ ദൈവമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഒക്കെയുള്ള അവസരമായിട്ട് ഇതിനെ കാണാം. അപ്പോൾ ഓൾറെഡി ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. 50 കപ്പിൾസ് എത്തുമ്പോൾ ബുക്കിംഗ് നിർത്തും. കാരണം നമുക്ക് എല്ലാവരെയും പേഴ്സണലായിട്ട് കാണാനും ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് വർക്ക്ഷോപ്പും അല്പം അങ്ങനെ തെറാപ്പിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൗൺസിലിങ്ങും ഒക്കെയുള്ള ഒരു ധ്യാനമായിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. 3 രാത്രിയാണ്. അതുകൊണ്ട് അതിലാരെങ്കിലുമൊക്കെ ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ അറിവിൽ 60 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ തൊട്ട്, കല്യാണം ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുറച്ച് പേരൊക്കെ വളരെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. നല്ലതാണ്. ചെറുപ്പക്കാർക്ക് ആ ഇനീഷ്യൽ സ്ട്രഗിളിൻ്റെ ഒരു സമയത്ത് ഒരു 3 ദിവസം തിരക്കിൽ നിന്നൊക്കെ മാറി കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തിരുന്ന് ഒന്ന് ധ്യാനിക്കാനും സ്വയം വിലയിരുത്താനും ഒക്കെ കിട്ടുന്ന അവസരമായിട്ട് ഇതിനെ കാണുക. ജൂലൈ 20 തൊട്ട് 23 വരെയാണ് ഈ ധ്യാനം. ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് അവസാനിക്കും. ബുക്കിംഗ് ചെയ്യേണ്ട ക്രമമൊക്കെ ഇതിൻ്റെ അവസാനം, ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അടുത്ത ഒരു ധ്യാനം വരുന്നത് ഓഗസ്റ്റ് മാസം 4 തൊട്ട് 7 വരെയാണ്. ഓഗസ്റ്റ് 4 തൊട്ട് 7 വരെ. 4-ാം തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ആരംഭിച്ച് വ്യാഴാഴ്ച വൈകിട്ട് തീരുന്ന ക്രമത്തിലാണ്. തിങ്കളാഴ്ച വൈകിട്ട് ആരംഭിച്ച് വ്യാഴാഴ്ച വൈകിട്ട് തീരും. ആ ധ്യാനം മുമ്പ് നടത്തിയ അതേ പേരാണ്. നമ്മൾ ടീൻസിന് വേണ്ടി നടത്തിയ ധ്യാനത്തിനിട്ട പേര് ജെറമിയ റിട്രീറ്റ് എന്നാണ്. ജെറമിയ റിട്രീറ്റ് എന്നതിന് പേരിടാൻ കാര്യം, ജെറമിയയാണ് ദൈവത്തോട് പറഞ്ഞത്, കർത്താവെ ഞാൻ ബാലനാണ്, പ്രായത്തിൻ്റെ പരിമിതി പറഞ്ഞതാണ് ജെറമിയ. ആ പ്രായത്തിൻ്റെ പരിമിതിയിലും ദൈവം അഭിഷേകം ചെയ്ത വ്യക്തിയാണ് ജെറമിയ. നമ്മുടെ കൗമാരക്കാരെ, ടീൻസിന് വേണ്ടിയിട്ടുള്ള ധ്യാനമാണ് ജെറമിയ റിട്രീറ്റ്. പക്ഷേ ഓഗസ്റ്റ് മാസത്തെ ഈ ധ്യാനത്തിന് പ്രത്യേകതയുള്ളത് അത് ഇംഗ്ലീഷ് റിട്രീറ്റ് ആണ്. പ്രത്യേകിച്ച് വിദേശങ്ങളിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുള്ള കുട്ടികൾ, വെക്കേഷൻ ചെലവഴിക്കാൻ നാട്ടിൽ വന്നിട്ടുള്ള കുട്ടികളെയാണ് പ്രധാനമായിട്ട് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത്. മുഴുവൻ ഇംഗ്ലീഷല്ല, ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്തായിരിക്കും. അപ്പോൾ ഇരു കൂട്ടർക്കും മനസ്സിലാകുന്ന രീതിയിൽ, എന്നാൽ കുറേ കൂടി ഇംഗ്ലീഷ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇംഗ്ലീഷിലായിരിക്കും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും പോകുന്നത്. എന്നാൽ മലയാളം ഉപയോഗിച്ചും പ്രാർത്ഥനകൾ, പരിശുദ്ധ കുർബാനയൊക്കെ മലയാളത്തിലായിരിക്കും അർപ്പിക്കുന്നത്. ടീച്ചിങ് ക്ലാസ്സുകൾ കൂടുതലും ഇംഗ്ലീഷിലായിരിക്കും. ആരാധന ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു ക്രമീകരണമാണ്. അപ്പോൾ അതും ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബുക്ക് ചെയ്യുക. നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് ഈ മൈഗ്രൻ്റ് നേഷൻസ്, GCC ഒക്കെയുള്ള കുട്ടികൾക്ക് നാട്ടിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഫെയ്ത്ത് ഫോർമേഷനൊക്കെ ഒന്ന് കിട്ടാൻ നല്ലതാണ് എന്ന് മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ ധ്യാനത്തിന് വിടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകട്ടെ. അടുത്ത ധ്യാനം ഓഗസ്റ്റ് 14
14-ാം തീയതി വ്യാഴാഴ്ചയാണ്. 14-ന് ആരംഭിച്ച് 17 ഞായറാഴ്ച അവസാനിക്കുന്ന അതൊരു വീക്കെൻഡാണ്, ലോങ് വീക്കെൻഡാണ്. കാരണം 14-ാം തീയതി വ്യാഴാഴ്ച, 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്, പിന്നെ 16 ശനി, 17 ഞായർ. ഈ ധ്യാനം, ഇതിൻ്റെ പേര് ഡേവിഡ് റിട്രീറ്റ് എന്നാണ്. ദാവീദ് ധ്യാനം, ഡേവിഡ് റിട്രീറ്റ്. ഇത് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനമാണ്. 16-17 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് പങ്കെടുക്കാവുന്ന രീതിയിലാണ് ആ ധ്യാനത്തിൻ്റെ ഉള്ളടക്കം ഒരുക്കുന്നത്. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ വന്നു കൂടാവുന്നതാണ്. അപ്പോൾ ഡേവിഡ് റിട്രീറ്റിന് നമ്മുടെ കുട്ടികൾ യുവജനങ്ങളാണ് സഭയുടെ ഭാവി. യുവജനങ്ങൾ യുവത്വത്തിൽ കർത്താവിനെ തിരിച്ചറിയാനുള്ള ധ്യാനമായിട്ട് അതിനെ കരുതി പങ്കെടുക്കാൻ സാധിക്കുന്നവർ ശ്രമിക്കുക. ഇനി ഒരു പ്രത്യേക ധ്യാനം, എല്ലാ ധ്യാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. പക്ഷേ ഞാൻ വളരെ ഹൃദയപൂർവ്വം, ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ, ഒരു ധ്യാനവും എല്ലാം ഞാൻ തന്നെയാണ് ധ്യാനങ്ങൾ നയിക്കുന്നത്. പക്ഷെ ഒടുവിൽ പറയാൻ പോകുന്ന ധ്യാനം എൻ്റെ പ്രത്യേക സ്വപ്നവും പ്രത്യേക സ്നേഹമുള്ള ധ്യാനവുമാണ്. അതിൻ്റെ പേര് പോൾ റിട്രീറ്റ് എന്നാണ്. പൗലോസ് ധ്യാനം, പോൾ റിട്രീറ്റ്. ഞാൻ പറഞ്ഞു, പേരുകളൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന പേരുകളൊന്നുമല്ല, ആർക്കും അനിഷ്ടമൊന്നും ഉണ്ടാകണ്ട. ഇതെന്താ ഇങ്ങനെയൊക്കെ പേരിട്ടിരിക്കുന്നത്? ഒരു കാരണമുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. ഡേവിഡ് റിട്രീറ്റിന് ആ പേരിട്ടിരിക്കുന്നത്, അതായത് തൻ്റെ ദൗത്യം മറന്ന് ഡൈവേർട്ട് ചെയ്തു പോയ ആളാണ് ദാവീദ്. എന്നാൽ കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയവൻ, ഒരു ഘട്ടത്തിൽ ലക്ഷ്യമൊന്ന് മാറിപ്പോയവൻ, അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന് ഏറ്റവും കർത്താവിൻ്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ് ജീവിച്ചവൻ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചവൻ. നമ്മുടെ യുവജനങ്ങൾ ഏതാണ്ട് അതുപോലെയാണ്. വലിയ അഭിഷേകമുള്ളവരാ, കർത്താവിൻ്റെ ഹൃദയത്തിന് ചേർന്ന കുഞ്ഞുങ്ങളാണ്. ഇടയ്ക്ക് എപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോയ കുഞ്ഞുങ്ങൾ തിരിച്ചു വന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ, കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ എന്ന് പ്രാർത്ഥിച്ച് വീണ്ടും അഭിഷേകത്തിൽ നിറയുന്ന ശുശ്രൂഷയാണ് ഡേവിഡ് റിട്രീറ്റ്. ഞാൻ പറഞ്ഞു വന്നത്, ഒടുവിലത്തെ ആ ധ്യാനം ഓഗസ്റ്റ് 20 തൊട്ട് 23 വരെയുള്ളത്. അതിൻ്റെ പേര് പോൾ റിട്രീറ്റ് എന്നാണ്. ഓഗസ്റ്റ് 20 ബുധനാഴ്ച ആരംഭിച്ച് 23 ശനിയാഴ്ച വൈകിട്ട് അവസാനിക്കുന്ന രീതിയിലുള്ള ധ്യാനം. അതൊരു പ്യുവർലി ഫെയ്ത്ത് ഫോർമേഷൻ റിട്രീറ്റാണ്, വിശ്വാസ പരിശീലന ധ്യാനമാണ്. എന്ന് വെച്ചാൽ ആ ധ്യാനത്തിൽ പ്രബോധനമാണ്, സഭയുടെ പഠിപ്പീരും അടിസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോകും. വേദഗ്രന്ഥം, പരിശുദ്ധ കുർബാന, കൂദാശകൾ, ഇതൊക്കെ ക്ലാരിറ്റിയോടെ പഠിക്കാൻ. നിങ്ങൾക്ക് എന്നെ കേൾക്കുന്നവർക്കറിയാം, ഞാൻ കുറേ കൂടെ ഐ എം മോർ എ ടീച്ചർ ദാൻ എ പ്രീച്ചർ. എൻ്റെ തന്നെ ഒരു ഗുരുനാഥൻ എന്നോട് ഒരിക്കൽ പറഞ്ഞതാണ്, യു ആർ എ ടീച്ചർ ദാൻ എ പ്രീച്ചർ എന്ന്. എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ശുശ്രൂഷ മേഖലയാണ് ഈ പഠിപ്പീര്. നിങ്ങൾക്കത് വരുന്നവർക്ക് ആർക്കും നഷ്ടമാകില്ല. പ്രത്യേകിച്ച് അത്യാവശ്യം കുറേ കൂടൊക്കെ ഇതൊന്ന്, അതായത് ഒരു ലൈറ്റ് ലെവൽ കഴിഞ്ഞിട്ട്, ആദ്യത്തെ ആ ഒരു ഇനിഷ്യൽ ലെവൽ കഴിഞ്ഞിട്ട് കുറേ കൂടെ മുന്നോട്ട് നടക്കണം എന്നാഗ്രഹിക്കുന്നവർ, സൺഡേ സ്കൂൾ അധ്യാപകർ, എവിടെയെങ്കിലുമൊക്കെ ഈശോയെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നവർ, കുറേ കൂടി ഇത് ആഴത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഏത് പ്രായക്കാർക്കും വരാം. പോൾ റിട്രീറ്റിന് പ്രായമില്ല. ഈശോയുടെ സഭയെ, ഈശോയുടെ സുവിശേഷത്തെ, തിരുവചനത്തെ, വിശുദ്ധ സഭയുടെ പാരമ്പര്യത്തെ, കൂദാശകളെ, പരിശുദ്ധ കുർബാനയെ ഒക്കെ കുറേ കൂടെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സ്ട്രക്ചറും ഒരു പാറ്റേണും ലഭിക്കും. കുറേ കൂടെ ക്ലാരിറ്റി ഓഫ് തോട്ട് ലഭിക്കും ആ ധ്യാനം കൂടുമ്പോൾ. അപ്പോൾ അവർ ധ്യാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു, പോൾ റിട്രീറ്റിലേക്ക്. അത് ഓഗസ്റ്റ് 20 തൊട്ട് 23 വരെയാണ്. ബുധനാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കും. ഇനി ബുക്ക് ചെയ്യേണ്ട രീതി, ഞാൻ ഈ പറയുന്ന നമ്പർ, ആ നമ്പർ നിങ്ങൾക്കിവിടെ കാണാനും പറ്റും. 977-816-7769 977-816-7769. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫോൺ ചെയ്യുകയല്ല വേണ്ടത്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത്. രാവിലെ 10 തൊട്ട് 5 വരെയുള്ള നേരത്താണ് ഈ നമ്പറിൽ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് മെസ്സേജ് അയച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വെറീഡ് ആകണ്ട, നാളെ റെസ്പോൺസ് വന്നോളൂ. വാട്സാപ്പിലായിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ്, ധ്യാനത്തിനെക്കുറിച്ചുള്ള വിശദീകരണം, നിങ്ങളുടെ സംശയങ്ങൾ, ക്വറീസിനുള്ള ഉത്തരങ്ങൾ, ബുക്ക് ചെയ്യേണ്ട രീതി, അഡ്വാൻസ് ചെയ്യേണ്ട രീതി, അതെല്ലാം പറഞ്ഞു തരും. അതനുസരിച്ച് ചെയ്യുക. ഇതാണ് അതിൻ്റെ ക്രമമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് ഫീഡ് മൈ ഷീപ്പ് കുടുംബത്തെ മുഴുവൻ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്രാർത്ഥിച്ചൊരുങ്ങാൻ. ഇത്തരമൊരു ശുശ്രൂഷ ലിമിറ്റഡ് നമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഫുൾ ടൈം പരിശുദ്ധ കുർബാൻ്റെ ആരാധന നടക്കുന്നതായിരിക്കും ഈ ദിവസങ്ങളിലൊക്കെ. കർത്താവിൻ്റെ തിരുമുമ്പാകെ ഒരു ചെറു സമൂഹം ആരാധിക്കുന്നു, ഇപ്പുറത്തൊരു സമൂഹം ധ്യാനത്തിലും പ്രാർത്ഥനയിലും പ്രബോധനത്തിലുമായിരിക്കുന്നു. അത്തരമൊരു ശുശ്രൂഷ സിയോൺ ധ്യാന കേന്ദ്രം ചങ്ങനാശ്ശേരിയിൽ നടക്കുമ്പോൾ
നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും അവിടുത്തെ ഡയറക്ടറച്ഛനായ സിയോൺ ധ്യാന കേന്ദ്രം ഡയറക്ടറച്ഛനായ തോമസ് പ്ലാപ്പറമ്പിലച്ചൻ നയിക്കുന്ന ഗ്രേസ്ഫുൾ റിട്രീറ്റ് എന്ന പേരിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ധ്യാനമുണ്ട്. നല്ല രസമാണ് ആ ധ്യാനം. അച്ഛനത് ഭംഗിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവർ വളരെ സന്തോഷത്തോടെ പോകുന്നത് ഓരോ തവണയും ഞങ്ങൾ കാണുന്നതാണ്. ഞാനുമൊക്കെ അതിനകത്ത് സാഹചര്യം പോലെ ക്ലാസ് എടുക്കാറുണ്ട്, സമയം അനുവദിക്കുന്നത് പോലെ. അപ്പോൾ അതിലേക്ക് ഇനി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കുള്ള നമ്പറും കൂടി ഞാൻ ഇട്ടേക്കാം. ബുക്കിങ്ങിൻ്റെ നമ്പർ ഇടുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന ഈ കാണിക്കുന്ന നമ്പറിൽ അത് ബുക്ക് ചെയ്താൽ മതി. ഇത് വിളിച്ച് ബുക്ക് ചെയ്യാം. മറ്റ് ധ്യാനങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ 4 ധ്യാനങ്ങൾ നേരത്തെ പറഞ്ഞ നമ്പറിലും വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. മറ്റുള്ളവരിലേക്ക് ഈ വാർത്ത അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.